ഹലോ. ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് 2024-25 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. +1, +2 ഡിഗ്രി, PG, പോളിടെക്നിക്, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ രീതിയിലൂടെയാണ് സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ സെൻറ്റർ മുഖേനയാണ് അപേക്ഷ വിദ്യാർത്ഥികൾ നൽകേണ്ടത്. SC, ST, OBC വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. എന്നാൽ SC, ST വിഭാഗക്കാർക്ക് വരുമാന പരിധിയില്ല. www.egrant.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ടതാണ്. കാരണം തെറ്റായ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷകൾ സർക്കാർ പൂർണ്ണമായും നിരസിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ തയ്യാറാക്കി വെക്കേണ്ട ചില രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് SSLC സർട്ടിഫിക്കറ്റ്, 2 നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, 3 ആധാർ കാർഡ്, 4 കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, 5 ഇൻകം സർട്ടിഫിക്കറ്റ്, 6 കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്, 7 അലോട്ട്മെൻറ്റ് ലെറ്റർ, 8 മൊബൈൽ നമ്പർ, 9 ഫോട്ടോ, 10 ഇമെയിൽ ID എന്നീ രേഖകൾ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ തയ്യാറാക്കി വെക്കണമെന്ന് അറിയിക്കുന്നു. അപേക്ഷാ സമർപ്പണത്തിൻ്റെ ശേഷം അക്ഷയ സെൻറ്ററിൽ നിന്ന് ലഭിച്ച പ്രിൻ്റ് കൂടെ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിനും, കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ കോളേജ് പ്രിൻസിപ്പലിനുമാണ് സമർപ്പിക്കേണ്ടത്. മെറിറ്റ് കോട്ടയിലൂടെ അഥവാ സർക്കാർ കോട്ടയിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കുക. ഇവിടെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ വെബ്സൈറ്റിൽ കയറിയാൽ താഴെ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ആദ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ആദ്യം OTR രജിസ്ട്രേഷൻ നടത്തേണ്ടതിന് ആധാർ നമ്പറും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ പേരും തെറ്റാതെ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ആധാർ എന്ന പച്ച ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്താവുന്നതാണ്. തൊട്ടടുത്ത് കാണുന്ന സ്റ്റുഡൻറ്റ് ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. മൂന്നാമത്തെ ലിങ്കാണ് ട്രാക്ക് ആപ്ലിക്കേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ്. അതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ നേരത്തെ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വിദ്യാർത്ഥിക്ക് സ്വയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഓഫീസുമായി തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ 4 പ്രധാനപ്പെട്ട റീജിയണൽ ഓഫീസിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 ജില്ലയിലെയും ഉള്ള ജില്ലാ ഓഫീസിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെ നമ്പറും ഓഫീസ് അഡ്രസ്സും കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ തന്നെ ദർശിക്കാവുന്നതാണ്. അതിൽ നോക്കി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അപേക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ, അതല്ലെങ്കിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പൊതുവായ സംശയങ്ങളുണ്ടെങ്കിലും ഇതിൽ ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ അവസരം ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ വരുന്ന സെപ്റ്റംബർ 15-ാം തീയതിക്ക് ഉള്ളിലായി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കി ബന്ധപ്പെട്ട രേഖകളെല്ലാം സ്ഥാപന മേധാവിക്ക് നേരിട്ട് സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. വരുമാന പരിധി 1 ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് പ്രധാനമായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. എന്നാൽ SC, ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിയില്ല. OBC വിഭാഗങ്ങൾക്ക് ആണെങ്കിൽ അവർ നിർബന്ധമായും കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഏതായാലും സെപ്റ്റംബർ 15-നുള്ളിൽ ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു.